السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين. صدق الله. ആദരണീയരായ സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും എന്നല്ല കേരളത്തിലെ തന്നെ സാദാത്തുക്കളുടെ നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, അതുപോലെ ഈ സ്റ്റേജിൽ നമ്മെ അനുഗ്രഹിക്കാൻ അണിനിരന്ന സാദാത്തുക്കൾ, ഉലമാക്കൾ, വബിൽ ഖുസൂസ് സഅദത്തു സയ്യിദ് സുഹൈബ് യാസ് മുനവ്വർ അറാവി വസഅദത്തു സയ്യിദ് യാസിർ സൽമാൻ തുബാൻ വകിലാഹുമാ من جمهورية العراق الإسلامية حفظه الله من كل مكروه. ആദരണീയരായ സാധുമാരെ, മുതഅല്ലിമീങ്ങളെ, സഹോദര സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സുദീർഘമായി സംസാരിക്കാൻ പറ്റിയ സഭയല്ല പ്രധാനമായിട്ട് ആ ദുആ ചെയ്യേണ്ടതിന്റെ പ്രത്യേക സാഹചര്യവും കൂടി ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ പ്രത്യേകം ഉണർത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറില് തന്റെ വളരെ പരിമിതമായ പട്ടാളക്കാരെ 313 പട്ടാളക്കാരെ സ്വഫായി നിർത്തി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് വിശ്രമിക്കാനും യുദ്ധം വേണ്ടതുപോലെ നിരീക്ഷിക്കാനും വേണ്ടി തയ്യാറാക്കപ്പെട്ടിരുന്ന അൽ അരീഷ് ആ പന്തലിലേക്ക് പോകുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവും മറ്റ് 5-6 സ്വഹാബാക്കളും ആ അരീഷിനു പുറത്ത് കാവൽക്കാരായി നിൽക്കുകയാണെങ്കിൽ ആ പന്തലിനകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരേ ഒരാള് മാത്രമാണ് ഉണ്ടായിരുന്നത്. അഥവാ സാനിയ സുനൈനി ഇദ്ഹുമാ ഫിൽ ഗാർ എന്ന് ആ ഗാറ് സൗറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിശാമും ഇബ്നു സഅദും അങ്ങനെ നമുക്ക് ചരിത്രം കൈമാറി തന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും മുതിർന്ന ആ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പട്ടാളക്കാരെ അണിനിരത്തി തിരിച്ച് അരീശിൽ വന്നുകൊണ്ട് സുജൂദില് വീണുകൊണ്ട് ദുആ ചെയ്യുകയാണ്. പിന്നീട് എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി ദുആ ചെയ്യുകയാണ്. ആ ദുആയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലാഹുമ്മ ഇൻതഹ്ലിക് ഹാദിഹിൽ ഇസ്വാബതു ഫലൻ തുഅബദ ബഅദ്. പടച്ചവരേ, ഈ പാപങ്ങൾക്ക് ഇന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ
പറയുകയാണെങ്കിൽ ഇനി നിന്ന അല്ലാഹ് എന്ന് പറയാൻ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ, അതിനുവേണ്ടി പോരാടാൻ, അത് മറ്റുള്ളവരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ഇനി ലോകത്തൊരു കുഞ്ഞുപോലും ബാക്കിയുണ്ടാവുകയില്ല റഹ്മാനെ. അതുകൊണ്ട് ഈ പാവങ്ങളെ നീ എന്തായിട്ടും സഹായിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തങ്ങളെ അങ്ങ് ഇങ്ങനെയൊക്കെ കരയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ബേജാറാണ്. അങ്ങനെ ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അല്ലാഹു തആല എന്തായാലും അവിടുത്തെ സഹായം നൽകുക തന്നെ ചെയ്യും. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായിക. അങ്ങനെയാണ് മലായികത്തിനെ നിശ്ചയിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 313 ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് വിജയം വരിക്കുന്നവരാക്കി മാറ്റി. ലോക ചരിത്രത്തിൽ തന്നെ കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബതു ഫിയതൻ കസീറതൻ ബിഇദ്നില്ലാഹ്. ആയുധമല്ല, എണ്ണമല്ല, സൈനിക സജ്ജീകരണങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഈമാനാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആയുധമെന്ന് വഅൻതുമുല്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇല്ലാത്തതും അത് തന്നെയാണോ എന്ന് നമ്മുടെ പല കാട്ടിക്കൂട്ടലുകളും കാണുമ്പോൾ സംശയിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാനിന്റെ മൂർച്ച കൂട്ടിത്തരുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ സത്യസരണിയിലൂടെ സഞ്ചരിക്കാൻ ഈ ബദറിന്റെ അനുസ്മരണ നമുക്കെല്ലാവർക്കും ഭാവിയിൽ കൂടുതൽ കൂടുതൽ പ്രചോദനമാവുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തശറഫ്നാ ബിതവാജുദി ബൈന അൽഹുരിനാ ബിതവാജുദി ആലിമൈനി കബീറൈനി മിൻ ജംഹൂരിയത്തി العراق الشقيق وهما سيد صهيب ياس منور راوي والسيد ياسر سلمان توبان. شرفونا بزيارتهما وحضرنا لإلقاء نظرة مباركة إلى تلك الوجنة البيضاء لفضيلة شيخنا سلطان العلماء ورئيس العلماء وسائر السادات وهذه الوجوه النيرة للمؤمنين، فهم شرفونا بحضورهم ونحن تشرفنا بوجودهم أمام أظهرنا أو أمامنا. وإن شاء الله وهم يريدون أن يكرموا فضيلة شيخنا سلطان العلماء بتقديم خرقة جاءوا بها من العراق. وكلنا نعرف العراق بلد الصالحين، بلد الأولياء، بلد الخلفاء. بغداد لا غنى لنا عن ذكرنا في يومياتنا كلما نتحدث عن الخلافة العباسية بالخصوص. نعم أيها الإخوة، إن العراق كان في مقدمة البلاد الإسلامية، فنحن نتمنى من الله سبحانه أن يفرج عن هذه الأمة وعن بلادهم، وبالخصوص نحن نتضرع إلى الله جل وعلا أن ينصر إخواننا في فلسطين وفي كل مكان. اللهم إنا حضرنا في هذا المسجد المبارك في ليلة بدر الكبرى. اللهم إنا نسألك يا الله، اللهم انصر إخواننا في فلسطين، اللهم انصرنا وانصر